KSRTCയെ ലാഭത്തിലാക്കുകയെന്നത് നടക്കുന്ന കാര്യമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അതേസമയം നഷ്ടം കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. KSRTCയിൽ എങ്ങനെയാണ് ചെലവ് ചുരുക്കുകയെന്ന് 2 ആഴ്ച കൊണ്ട് താൻ എല്ലാവർക്കും കാണിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ചെലവുകളുമാണ് KSRTCയെ നശിപ്പിച്ചത്. സ്പെയർ പാർട്സുകൾ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവിടെ അഴിമതിക്കും സാധ്യതയുണ്ട്. അതിന് കമ്മീഷൻ വാങ്ങുന്ന ആശാന്മാരുമുണ്ട്. KSRTC ജീവനക്കാരുമായും പെൻഷനേഴ്സുമായും സ്വകാര്യ ബസ് ഉടമകളുമായും സംസാരിക്കും. അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും ഓഫാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ വേണമെന്നും മന്ത്രി പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായി മൊഴി കൊടുത്ത ആളാണ് താൻ. സോളാർ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. തന്നെ ഒരു രീതിയിലും കേസിലേക്ക് വലിച്ചിഴക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരാളുടെയും പിറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല. അത് ഇഷ്ടവുമല്ല. അതിനൊന്നും സമയവുമില്ല. പലരും എന്നെ വേട്ടയാടിയപ്പോൾ പോലും തിരിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞതെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു. അതിന് പൈസയും കൊടുത്തു. വേറൊരു ബന്ധവും സോളാറുമായി ഇല്ല. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പ്രതിപക്ഷം പറയുന്നതാണ്. കൊട്ടാരക്കര കോടതിയിൽ കേസ് കൊടുത്തതും സാക്ഷി പറഞ്ഞതുമെല്ലാം കോൺഗ്രസുകാർ തന്നെയാണെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി.